ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2024 സ്കീം KTUലെ സ്ട്രക്ചറൽ അനാലിസിസ് 2 മൊഡ്യൂൾ 2 ആണ്. അപ്പം മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് പറയുന്നത്? സിലബസിൽ 2 ടോപ്പിക്സാണ് ഉള്ളത്. ഒന്ന് അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങും, 2 പ്ലാസ്റ്റിക് തിയറി. അപ്പം നമ്മൾ ഈ സെഷനിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, അത് തന്നെ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. എന്നാലും നമുക്ക് അതിനകത്ത് തന്നെ 2-3 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഡിവിഷനൊക്കെ ഒന്ന് പറയാം. എന്നിട്ട് ആ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ് ഈ ഒരു സെഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ അപ്പം അപ്രോക്സിമേറ്റ് മെത്തേഡ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിം അല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു സിംഗിൾ സ്റ്റോറീഡ് ഫ്രെയിം കാണിച്ചു തരാം. ഇതാണ് ഞാൻ വരയ്ക്കുന്ന സിംഗിൾ സ്റ്റോറീഡ് ഫ്രെയിം. ഈ സിംഗിൾ സ്റ്റോറീഡ് ഫ്രെയിമിൽ വരാൻ ചാൻസ് ഉള്ള ലോഡുകൾ ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ലോഡ്സുകൾ ആക്ട് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഒരു വീടോ ഒരു ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ വെർട്ടിക്കലി ലോഡുകൾ ആക്ട് ചെയ്യാം അല്ലേ? ആ വീടിനകത്തുള്ള ഫർണിച്ചർ വഴി ലോഡ് വരാം. അങ്ങനെ ഫർണിച്ചേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന ലോഡുകളെ നമുക്ക് ഡെഡ് ലോഡ്സ് എന്ന് വിളിക്കാം. പിന്നെ ഈ പറയുന്ന സ്ലാബിന് എന്തുണ്ടാവും? ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടാവും. ആ സ്ലാബ് ഉണ്ടാക്കിയേക്കുന്നത് കോൺക്രീറ്റ് വെച്ചായിരിക്കാം. കോൺക്രീറ്റിന്റെ ഒരു വെയിറ്റ് ഉണ്ടാവും. ആ കോൺക്രീറ്റിനകത്ത് സ്റ്റീൽ ബാർസ് ഉണ്ടാവാം. അപ്പോൾ ആ സ്റ്റീൽ ബാറിന്റെ വെയിറ്റ്, അതിനെയൊക്കെയാണ് നമ്മൾ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇപ്പം ഞാൻ ആ ബിൽഡിങ്ങിൽ ആ ഒരു ഫ്ലോറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം ഉണ്ടാകുന്ന ഒരു ലോഡില്ലേ, അതിനെ നമ്മൾ ലൈവ് ലോഡുകൾ എന്ന് പറയും. അങ്ങനെ 3 ലോഡിങ് കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്: ഡെഡ് ലോഡ്, പിന്നെ ലൈവ് ലോഡ്, പിന്നെ സെൽഫ് വെയിറ്റ്. ഇതിൽ ഏതൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും കൺഫേം ആയിട്ട് ഡെഡ് ലോഡും സെൽഫ് വെയിറ്റും അവിടെ ഉണ്ടാവും. പക്ഷേ ലൈവ് ലോഡുകൾ വേരി ചെയ്ത് മാറും അല്ലേ? ഇപ്പോൾ ഒരു ബ്രിഡ്ജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിൽ എന്തുണ്ട്? ബ്രിഡ്ജിന്റെ സെൽഫ് വെയിറ്റ് ഉണ്ട്, ഡെഡ് ലോഡൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, പക്ഷെ ലൈവ് ലോഡുകൾ എന്ന് പറയുന്നത് അതിലൂടെ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾസിന്റെ ലോഡാണ്. ഓക്കെ, മൂവിങ് ലോഡ്സ് ആർ നോൺ ആസ് ലൈവ് ലോഡ്സ്. അപ്പം നമുക്ക് അതിനകത്തോട്ടൊക്കെ കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് എന്താണ്, ആ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് തന്നെ 3 തരത്തിലാണുള്ളത്. അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരം ലോഡുകൾ, ഈ പറഞ്ഞ 3 ലോഡുകളും വെർട്ടിക്കലി ഈ ഫ്രെയിമിൽ ആക്ട് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇത് കൂടാണ്ട് ഹൊറിസോണ്ടലി ലോഡുകൾ ആക്ട് ചെയ്യപ്പെടും. എന്താണ് ഹൊറിസോണ്ടലി? ഏതായിരിക്കും? ഇത് 3 അല്ലാണ്ട് വിൻഡ് ലോഡുകൾ, കാറ്റിന്റെ ലോഡ്, വിൻഡ് ലോഡ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കലി ആക്ട് ചെയ്യപ്പെടുന്ന ലോഡുകളെ നമുക്ക് എന്തെന്ന് പറയാം? ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ലോഡ് വിൻഡ് ലോഡുകൾ. അപ്പോൾ ഇത്തരം ലോഡിങ് കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പം ഇങ്ങനെ 2 തരത്തിലുള്ള ലോഡിങ്, അതായത് ഹൊറിസോണ്ടൽ ലോഡിങ്ങും ഉണ്ട്, വെർട്ടിക്കൽ ലോഡിങ്ങും ഉണ്ട്. അങ്ങനെ വെർട്ടിക്കൽ ലോഡുകളെ ഒരു മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിമിൽ വെർട്ടിക്കൽ ലോഡുകൾ വരുമ്പോൾ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ പറ്റിയാണ്. ഇത് ഏത് ലോഡിനെ പറ്റി പഠിക്കുന്നതാണ്? ഈ ഒരു ഫ്രെയിമിൽ വെർട്ടിക്കലി ആക്ട് ചെയ്യപ്പെടുന്ന ലോഡുകളെ പറ്റി പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വെർട്ടിക്കലി ഏതൊക്കെ ലോഡുകൾ വരാം? ഡെഡ് ലോഡ് വരാം, ലൈവ് ലോഡ് വരാം, സെൽഫ് വെയിറ്റ് വരാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡുകളെ അനലൈസ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹൊറിസോണ്ടൽ ലോഡുകളെ അനലൈസ് ചെയ്യുന്ന 2 മെത്തേഡുകളുണ്ട്. ഒന്ന് പോർട്ടൽ ഫ്രെയിം മെത്തേഡും, 2 കാൻഡിലിവർ മെത്തേഡും. നമുക്ക് അതൊക്കെ അടുത്ത സെഷനിലായിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം.
ഞാൻ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൽ ഏതൊക്കെ ലോഡുകളാണ് ആക്ട് ചെയ്യപ്പെടുന്നത്? വെർട്ടിക്കൽ ലോഡ്സിലായിട്ടുള്ള ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, സെൽഫ് വെയിറ്റ്. ഓക്കെ, അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിന് ലോഡിംഗ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എന്താണ് ലോഡിംഗ് കണ്ടീഷൻസ്? ഏതൊക്കെയാണ് ലോഡിംഗ് കണ്ടീഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് ആദ്യമേ ഒന്ന് എഴുതാം. ഒന്ന്, മാക്സിമം പോസിറ്റീവ് bending moment at midspan. ഇതാണ് ഒന്ന്, മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ്സ്പാൻ. രണ്ട്, മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ്സ്പാൻ. ഓക്കെ, ഒന്നാമത്തെ കേസ് ഏതാ? മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ്സ്പാൻ. രണ്ടാമത്തത് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ്സ്പാൻ. മൂന്നാമത്തത് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ജോയിൻസ്. ഇതാണ് മൂന്നാമത്തത്. ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് കോളംസ്. ഇങ്ങനെ 4 കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 4 കണ്ടീഷൻ അനുസരിച്ചാണ് ആകെ ചേഞ്ച്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ചേഞ്ച് വരുത്തേണ്ട ഒരു പോർഷൻ ആണ് ഈ ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും. വായിച്ച് മനസ്സിലാക്കി ഏത് ലോഡിംഗ് കണ്ടീഷൻ ആണോ തന്നേക്കുന്നത് അതിനനുസരിച്ചുള്ള ലോഡിംഗ് കൊടുക്കുക. എങ്ങനെയാണ് ലോഡിംഗ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാനിപ്പോൾ ഓരോന്നായിട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഏതായിരുന്നു? മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ. ഇതായിരുന്നല്ലേ ഫസ്റ്റ് കണ്ടീഷൻ? ഈ ഫസ്റ്റ് കണ്ടീഷൻ വരുമ്പോൾ ലോഡിംഗ് കണ്ടീഷൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ ഒരു 2 സ്റ്റോറിഡ് ബിൽഡിംഗ് വരയ്ക്കാം. 2 സ്റ്റോറിഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ദേ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഒരെണ്ണം കൂടെ വരയ്ക്കാം. ഓക്കെ, 2 സ്റ്റോറിഡ് ആയില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഞാനിതിന് ജസ്റ്റ് പേരും കൂടെ കൊടുക്കും ഓരോ ജോയിൻസിന്. എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? ഞാൻ അത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പറയട്ടെ, ഏതൊക്കെ ലോഡുകളാണ് ഉള്ളത്? ഡെഡ് ലോഡുകളുണ്ട്, ലൈവ് ലോഡുകളുണ്ട്, സെൽഫ് വെയിറ്റുകളുണ്ട്. ഡെഡ് ലോഡും സെൽഫ് വെയിറ്റും ഏതാണ്? ഡെഡ് ലോഡും സെൽഫ് വെയിറ്റും ഈ ഒരു സ്പാനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സ്പാൻ, മിഡ് സ്പാൻ, ഇപ്പം ഞാൻ പറയാ മിഡ് സ്പാൻ CD എന്ന് പറയുന്ന സ്പാൻ ആണ് അനലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സ്പാൻ ലെങ്ത് മൊത്തം എടുക്കണം. അതായത് A to F എന്ന് പറയുന്നത് മൊത്തം നമ്മൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു സ്പാനിൽ AB എന്ന് പറയുന്ന സ്പാൻ ആയാലും BC എന്ന് പറയുന്ന സ്പാൻ ആയാലും CD ആയാലും DE ആയാലും EF ആയാലും എല്ലാത്തിലും ഡെഡ് ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് ഒരിക്കലും മാറത്തില്ല. അതേ കണക്ക് തന്നെ ഇതിന്റെ സെൽഫ് വെയിറ്റിന് വേരിയേഷൻ വരത്തില്ല. നമുക്ക് ഏത് മാത്രമേ വേരിയേഷൻ വരത്തുള്ളൂ? ലൈവ് ലോഡുകൾ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ലൈവ് ലോഡുകൾ ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഈ 4 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ, ഏതെങ്കിലും ഒരു സ്പാൻ, നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് CD എന്ന് പറയുന്ന സ്പാൻ ആണെങ്കിൽ അത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്പാനിൽ ലൈവ് ലോഡ് കൊടുക്കണം. ഇവിടെ ലൈവ് ലോഡ് മാത്രമാണോ ഉള്ളത്? ഇവിടെ ഡെഡ് ലോഡും ഉണ്ട്, സെൽഫ് വെയിറ്റും ഉണ്ട്. ഞാനിത് വരച്ച് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഈ സ്പാനിൽ കൊടുത്താൽ മാത്രം പോരാ, ഇത് കഴിഞ്ഞ് വരുന്ന ഓൾട്ടർനേറ്റ് സ്പാനുകളിലും ലൈവ് ലോഡുകൾ കൊടുക്കണം. അപ്പൊ ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെ കണ്ടീഷൻ അതെ, മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. എന്താണ് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഇൻ എ സ്പാൻ?
മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മാത്രം ജസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ സി ഡി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു സ്പാനിൽ സി ഡി എന്ന് പറയുന്ന സ്പാനിലായിരുന്നു ലോഡ് കൊടുത്തത്. ഇനിയിപ്പോൾ ആ സ്പാനിൽ കൊടുക്കണ്ട, അതിന് ചേർന്ന് കിടക്കുന്ന രണ്ട് സ്പാനുകൾ, അതായത് ബി സി എന്ന് പറയുന്ന ഈ സ്പാനും ഡി ഇ എന്ന് പറയുന്ന ഈ സ്പാനിൽ ലോഡ് കൊടുക്കണം. കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞ് വരുന്ന ഇതിന്റെ ഓൾട്ടർനേറ്റ് സ്പാനുകളിലും ലോഡ് കൊടുക്കണം. ഇവിടെ പക്ഷെ നമുക്ക് ലോഡ് കൊടുക്കാനായിട്ട് സ്പാനുകളില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്പാനും കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ലോഡ് കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ ആണോ? ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? മൂന്നാമത്തെ കണ്ടീഷൻ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് തന്നെ അല്ലേ? മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ അല്ലായിരുന്നു, അറ്റ് എ ജോയിന്റ് എന്നുള്ള രീതിയിലാണ് അടുത്ത ഒരു കണ്ടീഷൻ വന്നത്. അറ്റ് എ ജോയിന്റ്. ഞാനിപ്പോ ജോയിന്റ് സി എന്ന് പറയുന്ന ജോയിന്റ് എടുക്കുക. ഏതാണ്? സി എന്ന് പറയുന്ന ഒരു ജോയിന്റ്. അതായത് സി എന്ന് പറയുന്ന ജോയിന്റ് ഏതാ? ഈ ജോയിന്റ്. ഈ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ എവിടെ കൊടുക്കണം? ആ ജോയിന്റിന് തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന രണ്ട് സ്പാനുകളിൽ ലോഡ് കൊടുക്കണം. അതായത് ബി സി എന്ന് പറയുന്ന സ്പാനും സി ഡി എന്ന് പറയുന്ന ഈ സ്പാനുകളിലും ലോഡ് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ ജോയിന്റ് സിക്ക് വരാൻ ജോയിന്റ് ഡി ആയിരുന്നെങ്കിലോ ഈ സി ഡി എന്ന് പറയുന്ന സ്പാനിലും കൊടുക്കണം, ഡി ഇ എന്ന് പറയുന്ന സ്പാനുകളിലും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഡൗട്ട് വന്നേക്കാം, ഈ അറ്റത്തുള്ള ഒരു സ്പാനിൽ, ഈ ഒരു അറ്റത്തുള്ള എ എന്ന് പറയുന്ന ജോയിന്റ് ആണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും? എ ബി എന്ന് പറയുന്ന സ്പാനിൽ കൊടുക്കണം. ഇപ്പുറത്ത് പിന്നെ സ്പാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് അറ്റ് കോളംസ്. കോളംസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കോളം അല്ലേ? ഈ കോളത്തിനകത്ത് വരുന്നത് നമ്മൾ രണ്ട് കണ്ടീഷൻ, അതായത് രണ്ട് കേസ് ആയിട്ടാണ് ചെയ്യുന്നത്. കേസ് 1 എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ലോഡ് കൊടുത്തു, എ ബിക്ക് കൊടുത്തു, അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സി ഡിക്ക് കൊടുത്തു, അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇ എഫിന് കൊടുത്തു. ഞാൻ ഇത് വെച്ചിട്ട് എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും മാക്സിമം ബെൻഡിങ് മൊമെന്റും ആക്സിയൽ ലോഡും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ ഞാൻ അത് വെച്ചിട്ട് രണ്ടാമത്തെ ഒന്നും കൂടെ ഈ സെയിം പ്രോസസ്സ് ഇപ്പൊ ഞാൻ ലോഡ് കൊടുത്തതല്ലാത്ത ബാക്കി വരുന്ന സ്പാനുകളിൽ ലോഡ് കൊടുക്കും. ഇപ്പൊ ഞാൻ ഇവിടെയും സ്പാൻ ലോഡ് കൊടുത്തെങ്കിൽ അടുത്ത കേസ്, അതായത് കേസ് 2 ഞാൻ എന്ത് ചെയ്യും? നേരത്തെ കൊടുക്കാത്ത സ്പാനുകളിൽ ലോഡ് കൊടുക്കും. അങ്ങനെ എന്നിട്ട് അവിടെ പിന്നെ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ച് ആക്സിയൽ ലോഡും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാര്യങ്ങളും എല്ലാം വരച്ച് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ലോഡിംഗ് കണ്ടീഷൻസ്. 4 ലോഡിംഗ് കണ്ടീഷൻസ്. ക്വസ്റ്റ്യനിൽ പറയുന്ന ലോഡിംഗ് കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ലോഡ് കൊടുക്കുക, ബാക്കി നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് തന്നെ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ കാൽക്കുലേറ്റർ ആയിട്ട് വേണം ഇത് കേൾക്കുമ്പോൾ ഇരിക്കേണ്ടത്. കാൽക്കുലേഷൻസ് എല്ലാം അപ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് ഇതിനകത്തുള്ള ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഞാൻ കാൽക്കുലേഷൻസ് വലുതായിട്ട് ചെയ്യത്തില്ല. കാര്യം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയും, അതിന്റെ ആൻസർ ഞാൻ എഴുതി പോകും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് the frame showed in the figure are spaced at 3.5 meter. Dead load from the slab is 3 kilonewton per meter square and live load is 5 kilonewton per meter square. Analyze the beam BC of the midspan for maximum negative bending moment. Self weight of the 4 meter span may be taken as 4 kilonewton per meter. Self weight of the 6 meter span can be taken as 5 kilonewton per meter. Use 2 cycle moment distribution method. Stiffness of the members are indicated adjacent to the each members. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ക്വസ്റ്റ്യനിൽ നമുക്ക് പടവും തന്നിട്ടുണ്ട്, ഫിഗറും ഇൻക്ലൂഡ് ആണ്. ഫിഗർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മുടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? 2 cycle moment distribution method. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിന്റെ വേറൊരു പേരാണ് 2 cycle moment distribution method. ഓക്കെ ആണല്ലോ? അപ്പം തുടങ്ങാം. അപ്പം എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. എഴുതിയേക്കാം. എന്താണ്?
ഒരു ഇന്റർവെൽ സ്പേസ് ചെയ്തേക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 3.5 മീറ്റർ അത് അവിടെ നിൽക്കട്ടെ. ഡെഡ് ലോഡ് എത്രയാണ് തന്നേക്കുന്നത്? ഡെഡ് ലോഡ് 3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ലൈവ് ലോഡ് എത്രയാണ് തന്നേക്കുന്നത്? 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ. പിന്നെ ഏത് കണ്ടീഷനാണ് ചോദിച്ചേക്കുന്നത്? അനലൈസ് ദ ബീം ബി സി ഓഫ് ദി മിഡ് സ്പാൻ ഫോർ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. നമുക്ക് ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് കൂടാണ്ട് സെൽഫേറ്റ് തന്നിട്ടുണ്ട്. സെൽഫേറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ സ്പാനിലുള്ള സെൽഫേറ്റ് എന്ന് പറയുന്നതും 6 മീറ്റർ സ്പാനിലുള്ള സെൽഫേറ്റ് എന്ന് പറയുന്നതും രണ്ടും സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു സ്ലാബിന്റെ ലെങ്ത് കൂടുന്തോറും അതിനകത്ത് ഉൾക്കൊള്ളുന്ന കോൺക്രീറ്റിന്റെ ഒക്കെ അളവ്, സ്റ്റീലിന്റെ അളവൊക്കെ കൂടത്തില്ലേ? അപ്പൊ ലെങ്ത് കൂടുന്തോറും അതിന്റെ സെൽഫേറ്റ് എന്ന് പറയുന്ന വാല്യൂ കൂടും. അപ്പൊ 4 മീറ്റർ സ്പാനിന്റെ സെൽഫേറ്റ് ആയിരിക്കത്തില്ല 6 മീറ്റർ സ്പാനിന്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് അവർ തന്നേക്കുന്നത്. 4 മീറ്റർ സ്പാനിന്റെ സെൽഫേറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇപ്പുറത്തോ 6 മീറ്റർ സ്പാൻഡത് 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ ആണോ? സ്റ്റിഫ്നെസ് വാല്യൂസ് എല്ലാം പടത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പടത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്ത് വരയ്ക്കുന്നില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങളുടെ നോട്ടിനകത്തോട്ടൊന്ന് വരയ്ക്കണം. ക്വസ്റ്റ്യനകത്ത് അവർ ഏത് സ്പാൻ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ബി സി എന്ന് പറയുന്ന സ്പാൻ, അതായത് ആ നടുക്കത്തെ സ്പാൻ. 2 സ്റ്റോറിഡ് ബിൽഡിംഗ് ആണ്, അതായത് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിനകത്തെ രണ്ടാമത്തെ സ്റ്റോറിയിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിനകത്തെ ബി സി എന്ന് പറയുന്ന സ്പാൻ ആണ് എടുത്ത് അനലൈസ് ചെയ്യാനായിട്ട് അവർ പറയുന്നത്. എങ്ങനെയാണ് അനലൈസ്? അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരയ്ക്കുക. എന്താണ് എന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്ക്? എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എടുത്ത് വരയ്ക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുമ്പോൾ അനലൈസ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന സ്പാനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പാൻ ഞാൻ എടുത്ത് വരയ്ക്കുക. അതായത് എ ബി സി ഡി. ഇത് 4 മീറ്റർ സ്പാൻ, 6 മീറ്റർ സ്പാൻ, 4 മീറ്റർ സ്പാൻ അല്ലേ? 4 മീറ്റർ സ്പാൻ. അപ്പം ഈ ഒരു സ്പാനിൽ ഞാൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എടുത്ത് വരയ്ക്കുക എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ ആ സ്പാൻ ഞാൻ അത് മാത്രം എടുത്ത് വരച്ചു. എന്നിട്ട് ഞാൻ ചെയ്യണം, ബാക്കിയുള്ള എല്ലാ n കണ്ടീഷൻസും ഞാൻ ഫിക്സഡ് ആയിട്ട് മാർക്ക് ചെയ്യുക, മേളിലും താഴെ. ഓക്കെ, ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ലോഡിംഗ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. എ ബി എന്ന് പറയുന്ന സ്പാനിലായാലും ബി സി എന്ന് പറയുന്ന സ്പാനിലായാലും സി ഡി എന്ന് പറയുന്ന സ്പാനിലായാലും എല്ലാ സ്പാനുകളിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? ഡെഡ് ലോഡും ഉണ്ട്. 4 മീറ്റർ സ്പാനുകളിൽ സെൽഫേറ്റും ഉണ്ട്. 6 മീറ്റർ സ്പാനുകളിൽ 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സെൽഫേറ്റും ഉണ്ട്. ഏത് മാത്രമേ മാറത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്? ലൈവ് ലോഡ് മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്ത് നോക്കിയേ. എന്താ പറഞ്ഞേക്കുന്നത്? അനലൈസ് ദ ബീം ബി സി ഫോർ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ കേസ്, അതായത് ബി സിയിൽ ലൈവ് ലോഡുകൾ കൊടുക്കണ്ട, പകരം എവിടെ മാത്രം ലൈവ് ലോഡ് കൊടുക്കണം? അതിന് ചേർന്ന് കിടക്കുന്ന സ്പാനുകളിലും കൊടുക്കണം, പിന്നെ വരുന്ന ഓൾട്ടർനേറ്റ് സ്പാനുകളിലും കൊടുക്കണം. ഇവിടെ ആ സ്പാൻ ഇല്ലാത്തതിനാൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പൊ ഇവിടെ എല്ലാം എന്തൊക്കെയുണ്ട്? ഇവിടെ ഡെഡ് ലോഡ് ഉണ്ട്, സെൽഫേറ്റ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്. ഇവിടെ എന്തേ ഉള്ളൂ? ഡെഡ് ലോഡും സെൽഫേറ്റും. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ 3 ഉണ്ട്. ഡെഡ് ലോഡ് ഉണ്ട്, സെൽഫേറ്റ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുന്ന സംഭവം വരയ്ക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ലോഡ് കാൽക്കുലേഷൻ ആണ്. എഴുതിക്കോ, നിങ്ങൾ കൂടെ ചെയ്തു പോകണം കേട്ടോ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. എന്നിട്ട് കാൽക്കുലേഷൻ ഒക്കെ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് കാൽക്കുലേഷൻ ഒക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കണം കേട്ടോ. കൂടെ ചെയ്തില്ല കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. പക്ഷെ എക്സാം ഹോളിൽ ചെന്നിരുന്നത് ചെയ്യാൻ നേരം നിങ്ങൾ ബ്ലാങ്ക് ആയി പോകും. എന്താണ് അടുത്തത് ചെയ്യേണ്ടെന്നൊരു ഐഡിയ കിട്ടാണ്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2-3 ചെയ്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ലോഡിംഗ് കണ്ടീഷൻസ് മാത്രമേ മാറി കളിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ലോഡ് കാൽക്കുലേഷൻ. ലോഡ് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്പാനുകളാണ് ഉള്ളത്? നിങ്ങൾ ആ സ്പാൻ വരച്ചെടുത്തിട്ടുണ്ടാവണം എന്ന്
വരച്ചെടുത്തേ പറ്റത്തുള്ളൂ, എന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിത് മായ്ച്ചേ വരയ്ക്കാൻ പറ്റില്ല, എനിക്ക് എല്ലാം കൂടി ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്പാനുകളാണ് ഉള്ളത്? ഫസ്റ്റ് ഞാൻ എ ബി എന്ന് പറയുന്ന സ്പാൻ എടുക്കുക. എ ബി എന്ന് പറയുന്ന സ്പാനിൽ ഏതൊക്കെ തരം ലോഡുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്, പിന്നെന്തുണ്ട്? സെൽഫ് വെയിറ്റ് ഉണ്ട്. അപ്പം ഈ ഒരു എ ബി എന്ന് പറയുന്ന സ്പാനില് ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിന്റെ മൂന്നിന്റെയും കൂടെ സമ്മാണ്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഡെഡ് ലോഡിന്റെ വാല്യൂ എത്ര? 3 kN per meter square. ലൈവ് ലോഡിന്റെ വാല്യൂ 5 kN per meter square. സെൽഫ് വെയിറ്റിന്റെ വാല്യൂ, ഇത് എ ബി എന്ന് പറയുന്ന സ്പാൻ ലെങ്ത് എത്ര? 4 മീറ്റർ ആണ്. 4 മീറ്റർ സ്പാനിന്റെ സെൽഫ് വെയിറ്റിന്റെ വാല്യൂ എത്ര? 4 kN per meter. എടാ നോക്കിക്കടാ, ഞാൻ ഈ ഒരു സ്പാൻ ഒക്കെ വരച്ച ടൈമില് ശ്രദ്ധിച്ചായിരുന്നോ? യു ഡി എൽ ആയിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. എടാ യു ഡി എല്ലിന്റെ എങ്ങനെ നമ്മൾ യു ഡി എല്ലിന്റെ യൂണിറ്റ് എഴുതുന്നത്? കിലോ ന്യൂട്ടണിലാണോ? അല്ല. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണോ? അപ്പൊ ഇതും അല്ല. യു ഡി എല്ലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് എഴുതുന്നത്. പക്ഷെ നമ്മുടെ ഡെഡ് ലോഡും ലൈവ് ലോഡും കിടക്കുന്ന യൂണിറ്റ് ശ്രദ്ധിച്ചായിരുന്നോ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വരുന്നത്. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കിടക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? അതിനെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്ത് നോക്കുക. ക്വസ്റ്റ്യനിൽ ആദ്യമേ ഒരു സംഭവം പറയുന്നുണ്ട്. എന്താണ്? മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഫ്രെയിം ഷോൺ ഇൻ ദ ഫിഗർ ആർ സ്പേസ്ഡ് അറ്റ് 3.5 മീറ്റർ. എന്താണ്? 3.5 മീറ്ററിലാണ് സ്പേസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു 3.5 മീറ്റർ സ്പേസിങ്ങിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇപ്പൊ ഇതാണ് സംഭവം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ചേരെ, എന്നിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഇതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പ് എഴുതാം. ഇനി തൊട്ട് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ, ആ ഒരു കൺഫ്യൂഷൻ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ എന്താണ്? 3.5 മീറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡെഡ് ലോഡ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഡെഡ് ലോഡിന്റെ വാല്യൂ എത്ര നിൽക്കുന്നത്? 3 kN per meter square into 3.5 മീറ്റർ ചെയ്യുമ്പോൾ എനിക്കിത് ഒരു മീറ്റർ സ്ക്വയറും ഈ മീറ്ററും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 into 3.5 എത്രടാ? 10.5 kN per മീറ്ററിൽ കിട്ടും. എന്ത്? ഡെഡ് ലോഡ്. ഓക്കെ ആണോ? അപ്പൊ തന്നേക്കുന്ന സ്പേസിങ്ങുമായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? എൻ്റെ ഡെഡ് ലോഡിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര? 10.5 മീറ്റർ. ഡെഡ് ലോഡിന്റെ വാല്യൂ എഴുതി വെച്ചോ. ഇനി ലൈവ് ലോഡ്. ലൈവ് ലോഡിലും സെയിം രീതി. എങ്ങനെയാ? ലൈവ് ലോഡിന്റെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 5 kN per meter square. ഇതിനെന്താകണം? ആ സ്പേസിംഗ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ വാല്യൂയിലുള്ള ഒരു മീറ്ററും ഈ മീറ്ററും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എത്ര കിട്ടും? 15 kN per meter എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇത് വേണം ലൈവ് ലോഡുകളായിട്ട് ആഡ് ചെയ്യാൻ. പിന്നെ മൂന്നാമത്തെ ലോഡ് ഏതാ കിടക്കുന്നത്? സെൽഫ് വെയിറ്റ് എന്ന് പറയുന്ന വാല്യൂ അല്ലേ? സെൽഫ് വെയിറ്റിന്റെ യൂണിറ്റ് നോക്കിയേ. കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ ഓൾറെഡി കിടക്കുവാണ്. ഞാൻ പിന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഓൾറെഡി നമ്മുടെ ആവശ്യമുള്ള യൂണിറ്റിൽ തന്നെ കിടക്കുകയാണ്. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ലൈവ് ലോഡും ഡെഡ് ലോഡും സെൽഫ് വെയിറ്റും എല്ലാം നമുക്ക് വേണ്ടുന്ന യൂണിറ്റിനകത്തോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇവിടെ മാറ്റി എഴുതാം. ഇത് 3 kN എന്ന് പറയുന്ന വാല്യൂ മാറിയിട്ട് എത്ര വരും? 10.5 kN per മീറ്റർ എന്നും ഇവിടെ അത് നേരത്തെ ഞാൻ 5 into 3.5 15 എന്താണെന്ന് തോന്നുന്നു എഴുതിയത്. 15 അല്ല, 5 into 3.5 വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് ലോഡിന്റെ വാല്യൂ 17.5 ആണേ. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. 17.5 kN per meter. ഓക്കെ. ഞാൻ 5 into 315 എന്നുള്ള രീതിയിലാണ്. 3.5 ആയിരുന്നു നമുക്ക് തന്നേക്കുന്ന സ്പേസിങ്. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് ജസ്റ്റ് മാറ്റി എഴുതി. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോ, എ ബി എന്ന് പറയുന്ന സ്പാനിൽ ഏതൊക്കെയുണ്ട്? എ ബിയിലുള്ള ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞേ. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? എ ബി എന്ന് പറയുന്ന സ്പാനിൽ ഏതൊക്കെയുണ്ട്? ഡെഡ് ലോഡുകളുണ്ട്, പ്ലസ് ലൈവ് ലോഡുകളുണ്ട്, പ്ലസ് എന്തുകൂടെ ഉണ്ട്? സെൽഫ് വെയിറ്റും ഉണ്ട്. ഡെഡ് ലോഡിന്റെ വാല്യൂ 10.5 പ്ലസ് ലൈവ് ലോഡിന്റെ വാല്യൂ 17.5. പിന്നെ എന്തുകൂടെ ഉണ്ട്? പ്ലസ് സെൽഫ് വെയിറ്റ്. എ ബി എന്ന് പറയുന്നത് എത്ര സ്പാനാ? 4 മീറ്റർ ലെങ്ത് ഉള്ള സ്പാൻ അല്ലേ? 4 മീറ്റർ ലെങ്ത് ഉള്ള സ്പാനിന്റെ ലോഡ് എത്ര? 4 kN per meter. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? എ ബി എന്ന് പറയുന്ന സ്പാനിലെ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്
32 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഇതേ കണക്ക് തന്നെ എന്ത് ചെയ്യണം? ഇതേ കണക്ക് തന്നെ അടുത്ത സ്പാൻ ഏതാ? എ ബി എന്ന് പറയുന്ന സ്പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്പാനാണ് ബി സി എന്ന് പറയുന്ന സ്പാൻ. ബി സി എന്ന് പറയുന്ന സ്പാനിന്റെ ലെങ്ത് എത്ര? 6 മീറ്റർ സ്പാൻ ആണല്ലേ. ഓക്കെ, അതിനകത്ത് ഏതൊക്കെ ലോഡുകളുണ്ട്? ആകെ ഡെഡ് ലോഡും പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ലൈവ് ലോഡ് ഉണ്ടോ? ഇല്ല, സെൽഫ് വെയിറ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ ഡെഡ് ലോഡും ലൈവ് ലോഡും ഏതൊക്കെയാ? ഡെഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 10.5 പ്ലസ് സെൽഫ് വെയിറ്റിന്റെ വാല്യൂ 6 മീറ്റർ സ്പാനിന്റെ സെൽഫ് വെയിറ്റിന്റെ വാല്യൂ എത്ര? 5 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും എത്ര വരും? 15.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും. ഓക്കെ ആണോ? 6 മീറ്റർ സ്പാനിന്റെ കേസിൽ. അടുത്ത അങ്ങനെയാണെങ്കിൽ ഏത് സ്പാനാ? മൂന്നാമത്തെ സ്പാൻ ആയിട്ടുള്ള സി ഡി എന്ന് പറയുന്ന സ്പാൻ. സി ഡി എന്ന് പറയുന്ന സ്പാനിൽ ഏതൊക്കെ ലോഡുകൾ വരുന്നുണ്ട്? ഡെഡ് ലോഡ് വരുന്നുണ്ട്, ലൈവ് ലോഡ് വരുന്നുണ്ട്, അതേ കണക്ക് തന്നെ സെൽഫ് വെയിറ്റും വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് അവിടുത്തെ എന്തൊക്കെ വരും? ഡെഡ് ലോഡ് ആയിട്ടുള്ള 10.5, ലൈവ് ലോഡിന്റെ വാല്യൂ 17.5, സെൽഫ് വെയിറ്റിന്റെ വാല്യൂ അതേതാ? 4 മീറ്റർ സ്പാൻ അല്ലേ, 4. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എ ബിയുടെ സെയിം വാല്യൂ തന്നെ കിട്ടുന്നത് എത്ര? 32 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ ആണോ? അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഓരോ സ്പാനുകളിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നതാണ്. നമ്മുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റുകൾ കണ്ടുപിടിക്കുക. ഓരോ സ്പാനുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഫിക്സഡ് എൻഡ് മൊമെന്റുകൾ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3 എന്താണ്? FEM വാല്യൂസ്. എന്താണ്? ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് എ ബി എന്ന് പറയുന്ന സ്പാൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വരയ്ക്കുക. 2 സൈഡും ഞാൻ എ ബി എന്ന് പറയുന്ന സ്പാൻ എടുത്ത് വരയ്ക്കുമ്പോൾ 2 സൈഡുകളും ഞാൻ എന്തായിട്ട് വരയ്ക്കണം? ഫിക്സഡ് എൻഡ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, ഫിക്സഡ് ആയിട്ട് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് ടോട്ടൽ ലോഡിന്റെ വാല്യൂ എത്രയാണെന്ന് എടുത്തെഴുതണം. ഇവിടുത്തെ ടോട്ടൽ ലോഡിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 32 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിന്റെ ഫിക്സഡ് എൻഡ് വാല്യൂ, ഒരു 2 സൈഡും ഫിക്സഡ് എൻഡ് ആയിട്ടുള്ള ഒരു സ്പാനിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് സൈഡുകളിൽ എപ്പോഴും എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആയിരിക്കും. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂവും റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂവും ആയിരിക്കും വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന വാല്യൂവിന്റെ എന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? WL²/12. ഇവിടെയും സെയിം തന്നെ, ജസ്റ്റ് ഡയറക്ഷൻ മാറും എന്നേ ഉള്ളൂ. WL²/12. അപ്പൊ ആ വാല്യൂസ് ജസ്റ്റ് കണ്ടുപിടിക്കണം. W എന്ന് പറയുമ്പോഴത്തേക്കും 32, അതായത് 32 ഇൻറ്റു ഈ സ്പാനിലൊക്കെ എത്ര? 4 മീറ്റർ. 4²/12 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 42.67 എന്ന് പറഞ്ഞ് കിട്ടും. കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള രീതിയിൽ WL²/12ന്റെ വാല്യൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ WL²/12ന് പകരം ഡയറക്റ്റ് അവിടുത്തെ വാല്യൂ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്ര വരുന്നത്? ഇവിടെയും 42.67ഉം ഇവിടെയും എന്ത് തന്നെ വരും? 42.67 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് നെഗറ്റീവ് വാല്യൂ, ഇത് പോസിറ്റീവ് വാല്യൂ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതേ കണക്ക് തന്നെ ബി സി എന്ന് പറയുന്ന സ്പാനില് കണ്ടുപിടിച്ചേ. ബി സി എന്ന് പറയുന്ന സ്പാനില് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ? ബി സി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഞാൻ WL²/12 എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ എന്ത് ചേഞ്ച് ആവുന്നുണ്ട്? W എന്ന് പറയുന്ന ലോഡിന്റെ വാല്യൂവും ചേഞ്ച് ആവുന്നുണ്ട്, ലെങ്ത് എന്ന് പറയുന്ന വാല്യൂവും ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ 6 മീറ്റർ ആവും ബി സി എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ. ബി സി സ്പാൻ എടുക്കുമ്പോൾ അവിടുത്തെ ലോഡിന്റെ വാല്യൂ എത്രയാണെന്നാ കിട്ടിയത് നമുക്ക്? ബി സി സ്പാനിന്റെ 15.5 എന്നല്ലേ. 15.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാ കിട്ടിയത്. അപ്പൊ ഇവിടെ ഞാൻ WL²/12 എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ, അതായത് UDL തന്നെയല്ലേ ഇവിടെ
UDL തന്നെ വരുമ്പോഴത്തേക്കും ഫിക്സഡ് ആൻഡിൽ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ WL²/12ഉം ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ WL²/12ഉം വരും. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ WL²/12ന്റെ Wയും Lയും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന ആൻസർ എന്താന്ന് വെച്ചാൽ 46.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന്. ഓക്കെ, 46.5 കിലോ ന്യൂട്ടൺ മീറ്റർ. നിങ്ങൾ പോസ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? WL²/12. ഡബ്ല്യൂന്റെ വാല്യൂ എന്താ? 15.5 എന്നും ലെങ്തിന്റെ വാല്യൂ 6ഉം. അപ്പം 15.5 × 6²/12 ചെയ്ത് നോക്കണം ഈ ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. കഴിഞ്ഞോ? ഇനി ഒരു സ്പാനും കൂടി ഇല്ലേ? ഏതാണ് അവസാനത്തെ സ്പാൻ? ഏതാ? CD എന്ന് പറയുന്ന സ്പാൻ. CD എന്ന് പറയുന്ന സ്പാനിന്റെ ലോഡ് എടുത്ത് എഴുതുക. ലോഡ് എഴുതിയിട്ട് നമ്മുടെ ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ WL²/12 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. WL²/12 എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ലോഡ് വാല്യൂ ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതേ കണക്ക് തന്നെ L വാല്യൂവും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ലോഡ് വാല്യൂ L വാല്യൂ ഒക്കെ എത്ര വരുന്നത്? ഇവിടെ നേരത്തെ നമ്മളെ ഫസ്റ്റ് സ്പാൻ ചെയ്ത കണക്ക് 32 കിലോ ന്യൂട്ടൺ പെർ മീറ്ററും ഇവിടുത്തെ സ്പാൻ ലെങ്ത് 4 മീറ്ററും ആവും അല്ലേ? അത് വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഏറെക്കുറെ നമ്മൾ ഫസ്റ്റ് സ്പാനിൽ കിട്ടിയ അതേ സെയിം വാല്യൂ തന്നെ കിട്ടും. 42.67 കിലോ ന്യൂട്ടൺ മീറ്ററും ഇവിടെയും 42.67 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫ്രെയിം എടുത്ത് വരച്ചു. അതിനകത്ത് നമ്മുടെ ലോഡിംഗ് കണ്ടീഷൻസ് എല്ലാം വരച്ചു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ പറയുന്ന ലോഡിംഗ് കണ്ടീഷൻ എല്ലാം വന്നതിന് ശേഷം ഓരോ സ്പാനിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡുകൾ കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചു? ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഓരോ സ്പാനിലും ആക്ട് ചെയ്യുന്ന ഫിക്സഡ് എൻഡ് മൊമെന്റുകൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സ്റ്റെപ്പ് 4 ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ? ഈ ഒരു സ്റ്റെപ്പുകൾ എല്ലാ പ്രോബ്ലത്തിനും സെയിം സ്റ്റെപ്പാണ്. ആകെ ചേഞ്ച് വരുന്നത് ആദ്യമേ പറഞ്ഞ ആ ലോഡിംഗ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് ലോഡിന്റെ വാല്യൂസ് ഓരോ സ്പാനിലും ചേഞ്ച് വരും. ആ ഒരു ചേഞ്ച് മാത്രമേ ഇതിനകത്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അപ്പം സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. നമ്മൾ DF എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്താൽ മതി. ടേബിളിലൊക്കെ വരയ്ക്കുമ്പോൾ DF എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് ഇത്രയും വലിച്ചു നീട്ടി എഴുതൊന്നും വേണ്ട. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സിന് FEM വാല്യൂസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട്